അപ്പോൾ ഞങ്ങളെല്ലാവരും വളരെ നേരത്തെ റെഡിയായി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും വൃത്തിയായി സെറ്റായതിൻ്റെ ശേഷം അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പാട്ടെ. ഇനി നമ്മൾ ഒരുപാട് നാളായിക്കണം ഇങ്ങനെ അമ്പലത്തിലേക്ക് വരണം, പറശ്ശിനിക്കടവിലേക്ക് വരണം എന്ന് വിചാരിച്ചിട്ടുള്ള. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു വഴിപാടായിട്ട് മോന് ചോറൂണുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾ ചേച്ചിനായിട്ട് ഇങ്ങനെ വരാമെന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ ഒരുപാട് അതിന് സമയം അതിന് വരണം എന്നൊക്കെ വിചാരിച്ചിട്ട്, പക്ഷേ പോകാൻ പറ്റാത്തൊരു സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ റൂം എടുത്തിന് കേട്ടോ. റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹാള് മാരത്തൊരു റൂമായിട്ട് വരുന്നത്. അതിന് ഞങ്ങളോട് പറഞ്ഞാൽ 1500 പറഞ്ഞു. ലാസ്റ്റ് 1000 കൊടുത്തു വാടക. എന്നിരുന്നാലും നമുക്ക് എന്താ വെച്ചാൽ ഫാമിലി ആയിട്ട് സേഫായിട്ട് ഇരിക്കാൻ പറ്റിയൊരു റൂം തന്നെയാണ്. അത്യാവശ്യം വലിപ്പവും കാര്യങ്ങളൊക്കെ ഉള്ള റൂം തന്നെ കേട്ടോ. അങ്ങനെ അമ്മു നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ടുള്ള, എല്ലാവരും നല്ല ഡ്രസ്സായിട്ടാണ് അമ്പലത്തേക്കൊക്കെ വരാനുള്ളതുകൊണ്ട് ഒക്കെ നല്ല ഉഷാറായിട്ട് തന്നെ വന്നിട്ടുണ്ട് എല്ലാവരും. പിന്നെ അമ്പലത്തിൻ്റെ തൊട്ട മേലെ തന്നെയാണ് നമ്മുടെ റൂം വരുന്നത് കേട്ടോ. അതുകൊണ്ട് തൊട്ടടുത്ത് തന്നെയാണ് വണ്ടിയും കാര്യങ്ങളൊക്കെ. അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെ നിർത്താനും കാര്യങ്ങളൊക്കെ സൗകര്യം ഉണ്ട് കേട്ടോ അതിന് മുന്നിൽ തന്നെ. പിന്നെ പറഞ്ഞാൽ അത്യാവശ്യം പുലർച്ചയ്ക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളവിടെ പോയപ്പോൾ പുലർച്ചയ്ക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല എന്നുള്ളത് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായി. നേരത്തെ പോയതുകൊണ്ട് കാര്യമില്ല. അവിടെ 6:30-7 മണിയാവാൻ നേരത്താണ് സാധാരണ അമ്പലം തുറക്കൽ. മുത്തപ്പൻ്റെ അവിടെ അമ്പലത്തിൻ്റെ നട തുറക്കൽ. ചിലപ്പോൾ രാവിലെ ചെല്ലുന്ന സമയങ്ങളിൽ നമുക്ക് മുത്തപ്പനെ ചിലപ്പോൾ കാണാൻ കഴിയില്ല. ചിലപ്പോൾ വൈകുന്നേരങ്ങളിൽ വന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ മുത്തപ്പൻ വരൽ രാവിലെ ആവും. എന്നാലും നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര രസമായിട്ട്. അപ്പോൾ പഴയ മാതിരിയൊന്നുമല്ല. നമ്മുടെ പഴയ കാലത്ത് ഒരുപാട് കാലം മുന്നേ ഞങ്ങൾ പോയി ഇത്ര കടകളോ കാര്യങ്ങളോ ഇത്ര ഒരു സെറ്റപ്പായിട്ടുള്ളൊരു തരുന്നതല്ലേ ആദ്യം കേട്ടോ. പഴയ കാലത്ത് തന്നെ നല്ലൊരു അവിടെ എന്താ വെച്ചാൽ കള്ളും കാര്യങ്ങളും വഴിപാടായിട്ട് അങ്ങനെ എന്തൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഇപ്പോൾ വിദേശ മദ്യം അങ്ങനത്തെ ഒന്നും സ്വീകരിക്കില്ലല്ലോ ഇപ്പോൾ അവിടെ വഴിപാടായിട്ട്. പിന്നെ തന്നെ അവിടെ ഏറ്റവും ടോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ചെല്ലുമ്പോൾ എപ്പോൾ ഏത് കാലത്ത് ചെന്നാലും മുത്തപ്പൻ്റെ അമ്പലത്തിൽ കുറേ നായകൾ എപ്പോഴും അമ്പലത്തിൻ്റെ ചുറ്റുഭാഗവും അമ്പലത്തിൻ്റെ ഉള്ളിലും പുറത്തും അതെപ്പോഴും മുത്തപ്പൻ്റെ കൂടെ ഉണ്ടാവുന്നതാണ്, എപ്പോഴും ഉണ്ടാവുന്നതാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കട്ടെ അതേമാതിരി ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കെ ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടേജിൽ തന്നെ ഒരു നായ വന്നിരുന്ന് 1-2-3 വട്ടം വലം വെച്ചതിന് ശേഷം മാത്രമാണ് ആ നായ അമ്പലത്തിൻ്റെ മുന്നിലിരുന്ന് കേട്ടോ. നമ്മളവിടെ ചെന്നപ്പോൾ മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയാണ് കേട്ടോ. ഒരുപാട് നേരം മഴ ചോരാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അന്ന് ഞങ്ങൾ വരുന്നതിൻ്റെ തലേദിവസം തൊട്ട് വന്നിട്ട് ഏതെൻ്റെ രാവിലെ വരെ ഞങ്ങൾ രാത്രി പുലച്ചയ്ക്ക് അവിടുന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഞങ്ങൾ. ആ സ്ഥാനത്ത് സംഭവം തൊട്ടിട്ട് ഈ നേരം വരെ മഴ, പുലച്ച വരെ മഴയുണ്ട്. ഞാൻ പറഞ്ഞത് ഈ നായൻ്റെ കാര്യമായിട്ട് മുന്നിലിരിക്കുന്ന ആൾ അമ്പലത്തിൻ്റെ നേരെ മുന്നിൽ തന്നെ വന്നിരുന്ന് 2-3 റൗണ്ടൊക്കെ ചുറ്റി നേരെ അമ്പലത്തിൽ തൊഴുതിട്ട് ഇരിക്കണ മാതിരിയായിട്ടാണ് ഇരുന്നത്. എന്താ പോലെ അവരൊരു ഇതാണെന്ന് പറയുക. നമ്മൾ അത്രയും ഒരു ഇതാണല്ലോ നമ്മുടെ നായ്ക്കൾ മുത്തപ്പനുമായിട്ടുള്ളൊരു ബന്ധം അങ്ങനെയുള്ള വരുന്നത്. പിന്നെ മുത്തപ്പൻ്റെ അമ്പലം തുറക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഈ 6:30 മണി വരെ അത്രയും ജനങ്ങൾ, ഏതാണ്ട് 7 മണിയൊക്കെ ആകുമ്പോഴേ മുഴുവൻ ജനങ്ങൾ അവിടെ എത്തുള്ളൂ കേട്ടോ. എല്ലാവരും ഒരേ ടൈമിൽ എത്തുള്ളൂ കേട്ടോ. നമ്മളെന്താ വെച്ചാൽ ഏതാണ്ടൊക്കെ നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ നല്ല രസമായിട്ട് ഇവിടെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിച്ചാപ്പൊളി ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ അവിടെ ഉണ്ട് കേട്ടോ. നോക്കുമ്പോൾ ഒരു 3-4 ബോട്ട് അപ്പുറത്ത് കിടക്കുന്നുണ്ട്. ബോട്ട് എന്ന് പറയാൻ പറ്റില്ല, വലിയ ഒരു ഹൗസ് ബോട്ട് മാരത്തൊക്കെ ഒരു സംഭവം കേട്ടോ. നല്ല സെറ്റപ്പായിട്ടുള്ള ഇപ്പോൾ ഒരു ടൂറിസം മേഖലയും കൂടി ആയ ലെവലിലാണ് ഇപ്പോൾ അവിടെ കിടക്കുന്നത് കേട്ടോ. ഫോട്ടോ എടുക്കാനും കാര്യങ്ങളും ഞങ്ങൾ കുറേ നേരമായിട്ട് അവിടെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളും ഒക്കെ കൂടിയായിട്ട് ഒരുപാട് നേരം ഞങ്ങളവിടെ ചിലവഴിച്ചു. പിന്നെ അമ്പലത്തിൻ്റെ കുറച്ചും കൂടി ലെങ്ത്ത് എന്നൊക്കെ നോക്കുമ്പോൾ അമ്പലത്തിൻ്റെ ഒരു ഫ്രെയിം നല്ല രസമായിട്ടാണ് നമുക്കൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ പഴയ പോലെ നല്ല അമ്പലത്തിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് മൊത്തത്തിൽ അവിടുത്തെ ഒരു ചുറ്റുപാട് എന്ന് പറയുന്നത് ഭയങ്കര വൃത്തിയും കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ ആദ്യമോനെ ഒരു ചോറൂണിന് വേണ്ടിയിട്ട് ഒരുപാട് കാലമായി നമ്മളിങ്ങനെ ആഗ്രഹിച്ചതിന്, ചെറുപ്പം തൊട്ടിനെ ആഗ്രഹിച്ചതിന്, പക്ഷേ എപ്പോഴായാലും കൊടുക്കണമല്ലോ, ചെറുതായാലും വലുതായാലും കൊടുക്കാമെന്നുള്ള കണ്ടീഷനിൽ നമ്മൾ കൊടുക്കാൻ വന്നത് കേട്ടോ. അവിടെ ചെന്നപ്പോൾ 40 രൂപേൻ്റെ ഒരു ലിസ്റ്റ് ചീട്ടെടുത്തതിന് ശേഷമാണ് ആദ്യമോനെ ചോറിനു വേണ്ടി വെയിറ്റ് ചെയ്തിട്ടാ. അപ്പോൾ കുറച്ച് സമയമാവും വരണമെന്നുണ്ടെങ്കിലൊക്കെ ഒരുപാട്. നമുക്കിപ്പോൾ ചോറൂണ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ 7:30 മണിയാകുമ്പോഴേ ചോറൂണ് തുടങ്ങുള്ളൂ കേട്ടോ. അവിടെ മുത്തപ്പൻ്റെ അമ്പലത്തിൽ തൊഴുത് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ചോറൂണ് തുടങ്ങുള്ളൂ. അങ്ങനെ നമ്മൾ അവിടെ തൊഴുത് വന്നതിന് ശേഷം നേരെ അകത്തേക്ക് കയറി ചോറൂണും കാര്യങ്ങളൊക്കെ എൻ്റെ വണ്ടിയിലിരുന്ന് തന്നെ കൊടുത്തു. ഞങ്ങൾ 3 ആൾക്കേ കൊടുക്കാൻ കേട്ടോ, എനിക്കും അമ്മയ്ക്കും ആദ്യം 3 ആൾക്ക് കൊടുക്കുക ആർക്കാണെങ്കിലും. അപ്പോൾ ഞങ്ങൾ കൊടുത്തു. പിന്നെ കഴിഞ്ഞിട്ട് പായസം കൊടുന്ന് അവനടുത്ത് വാങ്ങാൻ ചോദിച്ചിട്ട് എമ്മത്തും ആൾ തരണില്ല. ആളവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടേ ഇരിക്കട്ടെ. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് അവൻ കഴിച്ചു. ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾക്കും തന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അതൊക്കെ കഴിച്ചുകൊണ്ട് പിന്നെ എന്താ വെച്ചാൽ അപ്പുറത്ത് നമുക്ക് പഴയ കാലം തൊട്ട് തന്നെ മുത്തപ്പൻ്റെ അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പഴയ കാലത്ത് തന്നെ ഉള്ളതല്ല പുഴുക്കും ചായയും. അത് നമ്മുടെ തേങ്ങ കൊത്തും പിന്നെ നമ്മുടെ മമ്പയറും പയറും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് അത് അവിടുന്ന് കഴിക്കുമ്പോൾ തന്നെ. അതും ഒരു പാൽച്ചായ ലൈറ്റ് മധുരത്തോട് കൂടി നല്ല പശുവും പാലിലുണ്ടാക്കിയ പാൽച്ചായ അവിടുന്ന് തരും കേട്ടോ. അതിനി എത്ര വേണമെങ്കിലും നമുക്ക് ചോദിച്ചാൽ തരും ചെയ്യും. ഏത് സമയത്ത് ഇനി 2 നേരം വേണമെങ്കിൽ അതൊന്ന് കഴിക്കുക. ചായയും പാൽച്ചായ ഇതിങ്ങനെ കൊടുത്തോണ്ടേയിരിക്കും കേട്ടോ. അന്നും ഒരാൾ ഇന്ന സമയം എന്നൊന്നുമില്ല, ഏത് സമയത്തും അവിടെ കിട്ടും കേട്ടോ. ചായയും കാര്യങ്ങളും ചോറ് ഏറ്റവും അവിടുത്തെ ടോപ്പ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ഭക്ഷണമാണ്, ഊണ്. ഞങ്ങൾക്കത് കഴിക്കാനുള്ള സമയവും കാര്യങ്ങളും ഇല്ല. ഞങ്ങളെന്താ വെച്ചാൽ
അത് കഴിക്കാതെ തന്നെ നമ്മൾ അവിടുന്ന് പോകുന്നു. കാരണം എന്താ വെച്ചാൽ പിന്നെ ഈ രാത്രി ഇരുട്ടാകുന്നതിന് മുന്നേ നാട്ടിലേക്ക് എത്താന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ കോഴിക്കോട് ജില്ല തൊട്ട് മലപ്പുറം ജില്ല വരെയുള്ള റോഡ് അടിപൊളി റോഡാണ്. പക്ഷേ സംഭവം എന്താ വെച്ചാൽ കോഴിക്കോട് ജില്ലയിൽ നിന്ന് കണ്ണൂർ വരെയുള്ള റോഡും ഇല്ല, തോട് മാത്രമേ ഉള്ളൂ അതിൽ. അത് കാരണം നമുക്ക് കുറച്ച് നേരത്തെ പോകേണ്ടതായിട്ടുണ്ട്. കാരണം കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് എത്തണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ദൂരമുണ്ട്, റോഡ് മഹാമോശമാണ്. ഇങ്ങനത്തെ ഒരു വൃത്തിയായിട്ട റോഡ് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്ത് പറ്റിയല്ല, നമ്മൾ വണ്ടി ഓടിക്കുന്നിടത്തോളം കഷ്ടപ്പാടാണ്. അടി തട്ടലും ഉയരത്തലും കുണ്ടും കുയ്യും ചാടലും. പിന്നെ അതേമാതിരി രാത്രി വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ അതിലേറെ കഷ്ടപ്പാടാണ്. ഈ മഴയും പെയ്തിട്ട് ഗ്ലാസ്സുമ്മലൊക്കെ വെള്ളം നിന്നിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടി ഇത് ഓടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച മാതിരി ഒരിക്കലും കഴിയില്ല കേട്ടോ. പിന്നെ നമ്മൾ റൂമിലേക്ക് പോണതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു ഷോപ്പിൽ നിന്ന് ഇതേമാതിരി അവിടുന്ന് ഞങ്ങളെല്ലാവരും ചായ കുടിച്ചിട്ടോ. എല്ലാവരും ചായ കുടിച്ചു. പിന്നെ ഞങ്ങൾക്ക് റൂം തൊട്ട മേലെ തന്നെയാണ്, അങ്ങോട്ടൊന്ന് ഇത്തിരി നടക്കണമെന്നേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വണ്ടി അവിടെ കിടക്കേണ്ടത് ഇന്നലെ കൊണ്ടുപോയി നിർത്തിയല്ലേ. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോയൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വേണം നമുക്ക് എല്ലാവർക്കും പോകാൻ കേട്ടോ. കാരണം ഒറ്റയ്ക്ക് എന്തായാലും നമ്മൾ പോകണില്ല. ഒരു കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഒന്ന് ഇപ്പോൾ അമ്പലത്തിൽ ചുറ്റി വന്ന് ഇനി മുത്തപ്പനെ കാണാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. കാരണം എന്താ വെച്ചാൽ മുത്തപ്പൻ ഇന്ന് 6:30 മണി കഴിയും വരണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഡിലേ വന്നു. നമ്മൾ പ്രതീക്ഷിച്ച ആഗ്രഹങ്ങളൊക്കെ എന്താ വെച്ചാൽ ഇനി ഒരു വരവ് വരണം, എന്തായാലും മുത്തപ്പനെ കാണാൻ വെച്ചിട്ടൊരു വരവ് വരണം. അത് എപ്പോഴാണെന്നൊന്നും അറിയില്ല, വിളിച്ച് നോക്കിയിട്ട് വൈകുന്നേരം എത്തുന്ന കോലത്തിലും വേണം വരാൻ. അപ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങാമെന്നുള്ളൊരു പരിപാടിയാണ്. എല്ലാവരും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഇറങ്ങാനുള്ള പരിപാടി കേട്ടോ. ഇനി കുറച്ച് നേരത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് ചാവിയും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ റൂം വെക്കേറ്റ് ചെയ്തുമ്പോൾ റൂമിക്ക് 1000 രൂപ വാടകയും അവർക്ക് കൊടുത്താൽ നമ്മളെ റൂമിൻ്റെ ഇത് വരുന്നത് ഒരു 200 റുപ്യ അവർ എക്സ്ട്രാ വാങ്ങി വയ്ക്കും. അത് നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മളെ കയ്യിൽ തരികയാണ് ചെയ്യാറ് സാധാരണ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ നമ്മളെ റൂമും കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ. ആർക്കും ആണെങ്കിലും അവിടെ റൂമൊക്കെ എടുക്കട്ടെ, തൊട്ട മേലെ തന്നെയാണ്, നല്ല റൂമാണ്. ഒരവിടെ എഴുതി വെച്ച് 499 രൂപയ്ക്ക് ഒരു റൂം എന്നൊക്കെ എഴുതി വെച്ചതാണ്. പക്ഷേ 499 നമുക്ക് തന്നിട്ടില്ല. നമുക്ക് തന്നത് 1000 പറഞ്ഞത് ഒരു ഹാളായിട്ടുള്ളതാണ്. ചിലപ്പോൾ 450 ഒരു ഫാമിലിക്ക് 2 ആൾക്ക് മാത്രമുള്ള ചെറിയ ചെറിയ റൂമുകളായിരിക്കും അവർ പറഞ്ഞതെന്ന് വിചാരിക്കണം. എന്താണെന്നറിയില്ല. പുറത്തേക്ക് ഇറങ്ങിയ സമയം തൊട്ട് നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ നിൽക്കാതെ പെയ്തുകൊണ്ടേയിരിക്കുക കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഞാനത് പുറത്ത് നോക്കിയാണ് വണ്ടിയിൽ ഓയിലും കാര്യങ്ങളും വെള്ളവും കാര്യങ്ങളൊക്കെ നോക്കൽ. ഇപ്പോൾ നമ്മൾ ഏത് വണ്ടിയാണെങ്കിലും എടുക്കുമ്പോൾ ഒരു പതിവുള്ളല്ലോ, അതൊക്കെ നോക്കി ചെക്ക് ചെയ്ത് വെള്ളവും കാര്യങ്ങളും ഓയിലൊക്കെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഇനിയിപ്പോൾ ഏതായാലും നമ്മൾ നാട് പിടിക്കാൻ ഇപ്പോൾ തന്നെ ഉദ്ദേശമില്ല. ഇനി പോണ വഴിയിൽ ഏതായാലും 1-2 സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാണ്ട്. അപ്പോൾ ഏതായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. അപ്പോൾ ഇനി ഓരോരോ വിശേഷങ്ങളായിട്ട് വരാം.